Good morning, my dear students. Today's topic Incorporation Document, Section 11. അതൊട്ടല്ലേ ഇൻകോർപ്പറേഷൻ ഡോക്യുമെന്റ്. അതായത് ഒരു ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ് ഇൻകോർപ്പറേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എസെൻഷ്യൽ ആയിട്ടുള്ള റിക്വയർമെന്റ്സ്, ദറ്റ് ഈസ് ഡോക്യുമെന്റ്സ് ഏതൊക്കെയാണെന്നാണ് സെക്ഷൻ 11 പറയുന്നത്. ഫസ്റ്റ് ആയിട്ട്, 2 or more persons associated for carrying on a lawful business with a view to profit have to subscribe their names to an incorporation document. ആ ഡോക്യുമെന്റിൽ ആരൊക്കെയാണോ ബിസിനസ് ചെയ്യുന്നത് അവരുടെ നെയിം ഒക്കെ അവിടെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടായിരിക്കണം. സാധാരണ ഒരു ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പിൽ 2 or more persons ആയിരിക്കും ലോഫുൾ ആയിട്ട് ആ ബിസിനസ് ക്യാരി ചെയ്യുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് അവർ ആ ബിസിനസ് അങ്ങനെ ക്യാരി ചെയ്യുന്നത്? വിത്ത് എ വ്യൂ ടു പ്രോഫിറ്റ് മേക്കിങ്ങിന് വേണ്ടിയിട്ട്. ദാറ്റ് പേഴ്സൺസ് ഹാവ് ടു സബ്സ്ക്രൈബ് ദയർ നെയിംസ്. അങ്ങനെയുള്ള അവരെല്ലാവരും അവരുടെ പേര് സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ്. എവിടെ സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ്? ടു ആൻ ഇൻകോർപ്പറേഷൻ ഡോക്യുമെന്റ്. മനസ്സിലായില്ലേ? ഇൻകോർപ്പറേഷൻ ഡോക്യുമെന്റിൽ ആദ്യം വേണ്ട റിക്വയർമെന്റ്സ്. രണ്ടാമത്തെ റിക്വയർമെന്റ്സ്, ദ ഇൻകോർപ്പറേഷൻ ഡോക്യുമെന്റ് ഹാസ് ടു ബി ഫൈൽഡ് വിത്ത് രജിസ്ട്രാർ ഓഫ് ദ സ്റ്റേറ്റ് ഇൻ വിച്ച് ദ രജിസ്റ്റേർഡ് ഓഫീസ് ഓഫ് ദ LLP ഈസ് ടു ബി സ്റ്റേറ്റഡ്. ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ് ബിസിനസ് ചെയ്യുമ്പോൾ അതിൽ പറയുന്നുണ്ട് ആ ബിസിനസ് എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. തൃപ്രയാറാണോ, തൃശ്ശൂരാണോ, അല്ലെങ്കിൽ എൻ്റെ നാടായ പെരുങ്ങോട്ടുകരയാണോ, എവിടെയാണോ എന്നുള്ളത് പ്രത്യേകം അതിൽ പറയുന്നതായിരിക്കും. അങ്ങനെ ഉള്ള രജിസ്റ്റേർഡ് ഓഫീസ് നമ്മളുടെ ഇപ്പോൾ ജൂരിഡിക്ഷനിലുള്ള ഇപ്പൊ തൃശ്ശൂർ ഡിസ്ട്രിക്റ്റില് തൃശ്ശൂർ ഉണ്ടായിരിക്കും രജിസ്റ്റേർഡ് ഓഫീസ്. എനിവേ എവിടെയാണോ നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നത് അവിടുത്തെ രജിസ്ട്രാറുടെ അവിടുത്തെ ആ പ്ലേസിൽ എവിടെയാണോ ഉള്ളത് അവിടേക്ക് ഫയൽ ചെയ്യേണ്ടതാണ്. മൂന്നാമത്തത്, a statement has to be filed along with the incorporation document to the effect that all the requirements of the act and its rules have been compiled within respect of incorporation and matters precedent and incidental to it. അതിനോട് റിലേറ്റഡ് ആയിട്ട് എന്തൊക്കെയാണോ വരുന്നത് അങ്ങനെയുള്ളതൊക്കെ അതിൽ ഫയൽ ചെയ്യേണ്ടതാണ്. അതായത് ഒരു അഡ്വക്കേറ്റ് ആയിരിക്കണം അത് എഴുതിയിട്ടുണ്ടായിരിക്കേണ്ടത്, അല്ലെങ്കിൽ ഒരു കമ്പനി സെക്രട്ടറി ആയിരിക്കണം, അല്ലെങ്കിൽ ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആയിരിക്കണം, അല്ലെങ്കിൽ ഒരു കോസ്റ്റ് അക്കൗണ്ടന്റ്. അങ്ങനെ ഒരു പ്രൊഫഷണൽ ഇതിനെക്കുറിച്ച് നല്ലൊരു പ്രൊഫഷണൽ ടച്ചുള്ള ഏതെങ്കിലും വ്യക്തികളായിരിക്കണം ഇതൊക്കെ ഏതൊക്കെയാ ഡോക്യുമെന്റ്സ് ഒക്കെ ഫയൽ ചെയ്യേണ്ട എല്ലാ സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ പ്രിപ്പയർ ചെയ്യേണ്ടത്. അതാണ് ഇൻകോർപ്പറേഷൻ ഡോക്യുമെന്റ് സെക്ഷൻ 11 പറയുന്നത്. ഇനി അടുത്തത്, ദ റിക്വയർമെന്റ്സ് ആസ് ടു ഇൻകോർപ്പറേഷൻ ഡോക്യുമെന്റ്സ് ആർ ഗിവൺ ഇൻ സബ്സെക്ഷൻ 2 ഓഫ് സെക്ഷൻ 11. ഇനി എന്തൊക്കെയാണ് ഇൻകോർപ്പറേഷൻ ഡോക്യുമെന്റിൽ നമ്മൾ കൊടുക്കേണ്ടത് അത് സെക്ഷൻ 11 സബ്സെക്ഷൻ 2 പറയുന്നുണ്ട്. പ്രിസ്ക്രൈബ്ഡ് ഫോമിലായിരിക്കണം. വെറുതെ നമ്മൾ നിങ്ങളോട് പറയില്ലേ എന്തെങ്കിലും ഒരു റിക്വസ്റ്റ് എഴുതി കൊണ്ടുപോയോ എന്ന് പറയല്ലോ, ട്യൂട്ടർ പറയും നിങ്ങളുടെ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങളത് ഫ്രം നിങ്ങളുടെ ക്ലാസ്സിന്റെ അത് ഇടും, പിന്നെ ട്യൂട്ടറിന് എഴുതും, അങ്ങനെ മാറ്റർ എഴുതും, അങ്ങനെ റെസ്പെക്റ്റഡ് മാം എഴുതും, അല്ലേ? അല്ലാണ്ട് തോന്നിയ പോലെ എഴുതിക്കൊണ്ടെന്നാൽ ശരിയാവുന്ന കേസാണ്. അപ്പൊ ഏത് കാര്യത്തിനും ഒഫീഷ്യൽ ആയിട്ടുള്ള മാറ്റേഴ്സിനൊക്കെ എങ്ങനെയായിരിക്കണം? പ്രിസ്ക്രൈബ്ഡ് ഫോമിലായിരിക്കണം. അതുപോലെ തന്നെ വെറുതെ ആരെങ്കിലും പേരിലാക്കിയാൽ മതിയാ? പേരിൽ ചെയ്താൽ ശരിയാവോ? ഇല്ലില്ല. ഇൻ ദ നെയിം ഓഫ് LLP. അതോടൊപ്പം തന്നെ അതിൽ സ്റ്റേറ്റ് ചെയ്ത് പ്രത്യേകം മെൻഷൻ ചെയ്യണം ഏത് തരത്തിലുള്ള ബിസിനസ് ആണ് ചെയ്യുന്നത് എന്നുള്ളത്. അതുപോലെ തന്നെ അഡ്രസ് ടു ദ രജിസ്റ്റേർഡ് ഓഫീസ്, നെയിം ആൻഡ് അഡ്രസ് ഓഫ് ദി ഈച്ച് പേഴ്സൺ ഹു ആർ ടു ദ പാർട്ട്നേഴ്സ് ഓൺ ഇൻകോർപ്പറേഷൻ. അതിൽ ആരൊക്കെയാണോ പാർട്ട്നേഴ്സ് ആയിട്ടുള്ളവർ അവരുടെ ഒക്കെ പേരും അഡ്രസ്സും ഒക്കെ വേണം. അതുപോലെ തന്നെ നെയിം ആൻഡ് അഡ്രസ് ഓഫ് പേഴ്സൺസ് ഹു ആർ ടു ബി ഡെസിഗ്നേറ്റഡ് പാർട്ട്നേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ പേരും അഡ്രസ്സും ഒക്കെ വേണം. ഫർദർ ഇൻഫർമേഷൻസ് എന്തൊക്കെയാണുള്ളത് അതൊക്കെ പ്രിസ്ക്രൈബ്ഡ് ഫോമിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും. നെക്സ്റ്റ്, ഇൻകോർപ്പറേഷൻ ബൈ രജിസ്ട്രേഷൻ. എങ്ങനെയാണ് ഇൻകോർപ്പറേഷൻ ബൈ രജിസ്ട്രേഷൻ ആകുന്നത്? സെക്ഷൻ 12 അതിനെക്കുറിച്ച് പറയുന്നത്. വെൻ ദി റിക്വയർമെന്റ്സ് ഓഫ് സെക്ഷൻ 11 സബ്സെക്ഷൻ 1 ആർ സാറ്റിസ്ഫൈഡ്, ദ രജിസ്ട്രാർ ഹാസ് ടു റിട്ടൈൻ ദ ഇൻകോർപ്പറേഷൻ ഡോക്യുമെന്റ് ആൻഡ് രജിസ്റ്റർ ഇറ്റ് വിത്തിൻ 14 days ആൻഡ് ഗിവ് എ സർട്ടിഫിക്കറ്റ് ദാറ്റ് LLP ഈസ് ഇൻകോർപ്പറേറ്റഡ് ബൈ ദ നെയിം സ്പെസിഫൈഡ് ഇൻ ദ ഡോക്യുമെന്റ്. LLP ഏത് പേരിലാണോ അതനുസരിച്ച് അത് ആ സർട്ടിഫിക്കറ്റ് ഒക്കെ കൊടുക്കും. നിങ്ങളുടെ ഇത് LLP രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇൻകോർപ്പറേഷന് വേണ്ടിയിട്ട്, അതിന് തെളിവായിട്ട് ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കും. അപ്പൊ നിങ്ങളൊക്കെ ഡിഗ്രി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് കിട്ടും? ഒരു ഡിഗ്രി സർട്ടിഫിക്കറ്റ്, ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ കൊമേഴ്സ് എന്ന് പറഞ്ഞിട്ട് യൂണിവേഴ്സിറ്റി ഓഫ് കാലിക്കറ്റിന്റെ ഒരു നല്ല കട്ടിയുള്ള നല്ല ഭംഗിയുള്ള ഒരു സർട്ടിഫിക്കറ്റ് കിട്ടും. പിന്നെ അത് മതി. പിന്നെ ഓരോ വിഷയത്തിന്റെ മാർക്കൊന്നും ആരന്വേഷിക്കില്ല. അപ്പൊ ഒരു വിഷയത്തിൽ ഇതിൽ കുറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് വിഷമിക്കൊന്നും വേണ്ട. വേറെ ഏതെങ്കിലും വിഷയത്തിൽ നല്ല മാർക്ക് സ്കോർ ചെയ്താൽ മതി. ഓവറോൾ ആയിട്ട്
ഒരു 90% മാർക്ക് അങ്ങോട്ട് ആവറേജ് ആയിട്ട് മിക്ക കുട്ടികളും അങ്ങോട്ട് വാങ്ങാം. അത്ര മതി കേട്ടോ. നിങ്ങളുടെ സീനിയർ ആയിട്ടുള്ള ഒരു കുട്ടിക്ക് ഇപ്പൊ റാങ്ക് ഒക്കെ കിട്ടിയല്ലോ. അപ്പൊ അതുപോലെ നമ്മുടെ ക്ലാസ്സിൽ നിന്ന് ഇങ്ങനെ അങ്ങനെ വരിവരിയായിട്ട് റാങ്കുകൾ വേണം. The registrar may accept the statement as a complaints filed with the documents. Registrar അവരുടെ സ്റ്റേറ്റ്മെന്റ് ഒക്കെ നോക്കി ആക്സെപ്റ്റ് ചെയ്തു, അങ്ങനെ അതൊക്കെ ശരിയാണെന്നുള്ളത് സഫീഷ്യന്റ് എവിഡൻസ് റിക്വയർമെന്റ്സ് ഒക്കെ ആയിട്ട് അതിന്റെ കൂടെ വെക്കുന്നതായിരിക്കും. സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നത് രജിസ്ട്രാർ ആയിരിക്കും. അദ്ദേഹം സൈൻ ചെയ്തിട്ടുണ്ടായിരിക്കും. അതുപോലെ തന്നെ ഒഫീഷ്യൽ സീൽ ഉണ്ടായിരിക്കും. സർട്ടിഫിക്കറ്റ് ആണ് നമ്മളുടെ LLP ഇൻകോർപ്പറേറ്റഡ് ആയി ഇന്ന പേരിൽ ഇന്ന സ്ഥലത്ത് ഇന്ന അഡ്രസ്സിൽ എങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ളത്. ആ സർട്ടിഫിക്കറ്റ് ആണ് പിന്നെ അതിന്റെ തെളിവ്. അടുത്തത് രജിസ്റ്റേർഡ് ഓഫീസ് ഓഫ് LLP ആൻഡ് ചേഞ്ച് ഓഫ് ഇറ്റ്. ഇനി നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പെരിങ്ങോട്ടുകാരെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. കുറെ നാൾ കഴിഞ്ഞപ്പോൾ നമ്മുടെ ബിസിനസ് അയ്യോ ഭയങ്കര പുരോഗതി. അപ്പൊ ആ കുഗ്രാമത്തിൽ ശരിയാവണ കേസല്ല. അപ്പൊ നമുക്ക് തൃശ്ശൂർക്ക് മാറണമെന്ന് തോന്നി. മാറാം, ചേഞ്ച് ചെയ്യാം. രജിസ്റ്റേർഡ് ഓഫീസ് നമുക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. എങ്ങനെ ചേഞ്ച് ചെയ്യേണ്ട ചേഞ്ച് ഒക്കെ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് എവിടെ പറഞ്ഞിട്ടുണ്ടായിരിക്കും? സെക്ഷൻ 13ലാണ് അതിനെക്കുറിച്ച് പറയുന്നത്. എവരി LLP ഹാസ് ടു ഹാവ് എ രജിസ്റ്റേർഡ് ഓഫീസ് ടു വിച്ച് ഓൾ കമ്മ്യൂണിക്കേഷൻസ് ആൻഡ് നോട്ടീസസ് മേ ബി അഡ്രസ്ഡ് ആൻഡ് വെർ ദേ ആർ ടു ബി റിസീവ്ഡ്. എല്ലാ LLPക്കും എന്തുണ്ടായിരിക്കേണ്ടതാണ്? ഒരു രജിസ്റ്റേർഡ് ഓഫീസ് ഉണ്ടായിരിക്കേണ്ടതാണ്. ഇപ്പൊ അതിലെ കൂടെ ആയിരിക്കും എല്ലാ തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻസും പോയിക്കൊണ്ടേയിരിക്കുന്നത്. അതിലൊരു ഡോക്യുമെന്റ് ഉണ്ടായിരിക്കും. അതിൽ ആരൊക്കെയാണ് പാർട്ടേഴ്സ്, അങ്ങനെ അവരുടെ പേര് അഡ്രസ് ഒക്കെ ഉണ്ടായിരിക്കും. ബൈ പോസ്റ്റിൽ അവർക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നതായിരിക്കും. സർട്ടിഫിക്കറ്റ് ഒക്കെ പോസ്റ്റ് ചെയ്തിട്ടായിരിക്കും രജിസ്റ്റേർഡ് പോസ്റ്റിലായിരിക്കും കൊടുക്കുന്നത്. അതുപോലെ തന്നെ സർവീസ് മേ ഓൾസോ ബി റെന്റഡ് അറ്റ് എനി അതർ അഡ്രസ് സ്പെഷ്യലി, അങ്ങനെ അവർ പറഞ്ഞിട്ടുള്ള അഡ്രസ്സിലായിരിക്കും അല്ല. ഇനി ഏതെങ്കിലും കാരണവശാൽ നമുക്ക് അതിന്റെ രജിസ്റ്റേർഡ് ഓഫീസ് മാറ്റണമെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് അങ്ങോട്ട് സ്ഥലം വാങ്ങി തൃശ്ശൂർക്ക് മാറ്റിമിണ്ടാണ്ടിരുന്നാൽ ശരിയാവില്ല. ആരെ അറിയിക്കേണ്ടതാണ്? രജിസ്ട്രാറെ അറിയിക്കേണ്ടതാണ്. ശരിക്കും അതിൽ പ്രിസ്ക്രൈബ്ഡ് ഫോം ഉണ്ടായിരിക്കും, മാനർ ഉണ്ടായിരിക്കും, അതനുസരിച്ച് അറിയിക്കണം. ഇറ്റ് വിൽ ബി സബ്ജക്ട് ടു പ്രിസ്ക്രൈബ്ഡ് കണ്ടീഷൻസ്. ദ ചേഞ്ച് ബിക്കംസ് ഇഫക്റ്റീവ് ഫ്രം ദ ഡേറ്റ് ഓഫ് ഇറ്റ്സ് ഫയലിംഗ്. നമ്മൾ എന്നാണോ അത് ഫയൽ ചെയ്തിട്ടുള്ളത് അന്ന് മുതൽ നമ്മളുടെ പേര് മാറ്റാനായിട്ട് സാധിക്കും. ഇനി അതിന്റെ ഇഫക്റ്റ് എന്തൊക്കെയായിരിക്കും? നെയിം ചേഞ്ച് ചെയ്യുമ്പോൾ സ്യൂയിങ് ആൻഡ് ബീയിങ് സ്യൂഡ്, അക്വയറിംഗ്, ഓയിങ്, ഹോൾഡിംഗ് ആൻഡ് ഡെവലപ്പിംഗ് ഓർ ഡിസ്പോസിംഗ് ഓഫ് പ്രോപ്പർട്ടി വെദർ മൂവബിൾ ഓർ, അതൊക്കെ നമുക്ക് മാറ്റേണ്ടതായിട്ട് വരും. കോമൺ സീൽ അതൊക്കെ നമുക്ക് ചിലപ്പോൾ ചേഞ്ച് ചെയ്യേണ്ടത്. ഡൂയിങ് ആൻഡ് സഫറിംഗ് സച്ച് അതർ ആഡ്സ്, ഇനി ഏതെങ്കിലും അതിനോടനുബന്ധിച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്യാനുണ്ടെങ്കിൽ ഒക്കെ നമ്മൾ ചേഞ്ച് ചെയ്യണം. ഇനി എന്താണ് നെയിം? LLPയിൽ ഒരു നെയിം കൊടുക്കണം. ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ് അല്ലെങ്കിൽ LLP എന്ന് ആ ഇതിന്റെ പേരിന്റെ അവസാനം നമ്മൾ കൊടുത്തിട്ടുണ്ടായിരിക്കണം. LLP is to be registered by name which is the opinion of the central government. സെൻട്രൽ ഗവൺമെന്റ് അങ്ങനെ ഇപ്പൊ പ്രൈവറ്റ് ലിമിറ്റഡ് എന്നൊക്കെ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് എഴുതുന്ന പോലെ തന്നെ അങ്ങനെ എഴുതിയിട്ടുണ്ടായിരിക്കണം. ഇനി റിസർവേഷൻ ഓഫ് നെയിം. എ പേഴ്സൺ മേ പ്രസന്റ് ആൻ അപ്ലിക്കേഷൻ ടു ദ രജിസ്ട്രാർ ഫോർ ദ റിസർവേഷൻ ഓഫ് നെയിം സെറ്റ് ഔട്ട് ഇൻ ദ അപ്ലിക്കേഷൻ ഓൺ ദ നെയിം ഓഫ് ദി പ്രപ്പോസൽ. നമ്മളുടെ LLPയുടെ നെയിം നമ്മൾ റിസർവ് ചെയ്യുന്നുണ്ടായിരിക്കും ചിലപ്പോൾ. ഓൺ റിസിപ്റ്റ് ഓഫ് അപ്ലിക്കേഷൻ ആൻഡ് പേയ്മെന്റ് ഓഫ് ഫീ ദ രജിസ്ട്രാർ മേ റിസർവ് ദ നെയിം ഫോർ എ പീരീഡ് ഓഫ് 3 months ഫ്രം ദ ഡേറ്റ് ഓഫ് ഇന്റിമേഷൻ ബൈ ദ രജിസ്ട്രാർ. അങ്ങനെ ഇതൊക്കെ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പേര് അവിടെ റിസർവ് ചെയ്യുന്നതാണ്. ഇറ്റ് ഈസ് നെസറി ഫോർ ദി എക്സൈസ് ഓഫ് ഹിസ് പവർ ദാറ്റ് ദ നെയിം ഷുഡ് നോട്ട് ബി റിജക്റ്റഡ് അണ്ടർ സെക്ഷൻ. അദ്ദേഹം പേര് റിജക്റ്റ് അത് റിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ റിജക്റ്റ് ചെയ്യാനായിട്ട് ചാൻസ് ഇല്ല. ഇനി സെൻട്രൽ ഗവൺമെന്റ് സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ടായിരിക്കണം നമ്മുടെ പേരൊക്കെ. എന്തെങ്കിലും തരത്തിലുള്ള സാറ്റിസ്ഫാക്ഷൻ എന്തെങ്കിലും കുഴപ്പം വന്നിട്ടുണ്ടെങ്കിൽ അവരുടെ ഡയറക്ഷൻ ഉണ്ടായിരിക്കും, നമ്മളുടെ പേര് മാറ്റാനുള്ള ഡയറക്ഷൻ ഉണ്ടായിരിക്കും. അത് സെക്ഷൻ 18ലാണ് പറയുന്നത്. അപ്ലിക്കേഷൻ ഫോർ ഡയറക്ഷൻ ടു ചേഞ്ച് നെയിം ഇൻ സർട്ടൻ സർക്കംസ്റ്റൻസസ്. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യേണ്ടതായിട്ട് വരും? നെയിം നമുക്ക് ചേഞ്ച് ചെയ്യേണ്ടതായിട്ട് വരും. എങ്ങനെ? അപ്ലിക്കേഷൻ ഫോർ ഡയറക്ഷൻ ടു ചേഞ്ച് ദ നെയിം, അങ്ങനെ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ വരുന്നതായിരിക്കും. പിന്നെ സെക്ഷൻ 19ൽ ചേഞ്ച് ഓഫ് രജിസ്റ്റേർഡ് നെയിം, അത് അദ്ദേഹത്തിന് ഒരു ഫയൽ ചെയ്യേണ്ടതാണ്. നോട്ടീസ് ഹാസ് ടു ഇൻഫോം ആൻഡ് മാനർ ആൻഡ് അക്കമ്പനീഡ് ബൈ സച്ച്. ഞങ്ങളുടെ പേര് മാറ്റണം എന്നുള്ളതിന് കുറെ കാര്യങ്ങളൊക്കെ നോട്ടീസ് കൊടുക്കണം. അതിന്റെ കൂടെ എന്തൊക്കെയാണോ ഡോക്യുമെന്റ്സ് ആണോ കൊടുക്കേണ്ടത് അത് കൊടുക്കേണ്ടതാണ്. ഇനി ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ് എന്നുള്ള വേർഡ് നമ്മൾ ഇൻപ്രോപ്പർ ആയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പനിഷ്മെന്റ് വരും. അപ്പൊ നമ്മൾ എത്രയാണ് അതിന്റെ പനിഷ്മെന്റ് വരുന്നത്? സെക്ഷൻ 20ലാണ് അത് പറയുന്നത്. ഏതെങ്കിലും ഒരു വ്യക്തികൾ നമ്മുടെ ബിസിനസ് ചെയ്യുന്നതിൽ ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ് ഓർ LLP എന്നുള്ളത് മിസ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ
be punishable with a fine which shall not be less than 50,000 rupees, but which may extend to 5 lakh rupees. 50,000-നും 5,00,000-ന്റെ ഇടയിൽ ചിലപ്പോൾ പനിഷ്മെന്റ് വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. Publication of name and limited liability. Every limited liability partnership has to ensure that its invoices, official correspondence, and publication bear the following, namely the name and address of its registered office and its registration number of a LLP. A statement that is registered with the limited liability. ഇനി അടുത്തതാണ് പാർട്ട്നേഴ്സ് ആൻഡ് ദെയർ റിലേഷൻസ്. അടുത്ത ദിവസം എടുക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു.